എല്ലാവർക്കും എൻ്റെ അടുത്തൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും സൈഡിൽ ഒരു ഇത്തിരി പൊട്ടറ്റോ മസാലക്കറി. പൂരി മസാല എന്നും വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കുറച്ച് വീറ്റ് ഫ്ലവർ വേണം. അതിനകത്തേക്ക് ആട്ടപ്പൊടി ഏതാണെങ്കിലും പല കമ്പനികളുടെ ഉണ്ട്, ഏതായാലും കുഴപ്പമില്ല. ഒരു കുറച്ചൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് റവപ്പൊടിയും അതിനകത്തേക്ക് ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു കുറച്ച് നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ് ഏകദേശം ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളൂ. ഇത്ര ഒഴിച്ചിട്ട് എല്ലാം കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നനവ് വരില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാലും ഗീ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു നനവ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിക്കണം എന്നില്ല, അത്യാവശ്യം തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഞാൻ ഒരു 1/4 കപ്പോളം ഏകദേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചില പൊടികളുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ പൊടി ഏകദേശം ഇതേ കൺസിസ്റ്റൻസിയിൽ വരുന്ന രീതിയിൽ നനച്ചെടുക്കാം. ഇതേ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഏകദേശം കൈമേ ഒട്ടാത്ത രീതിയിൽ, കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്ന പൊടികളൊക്കെ തട്ടിക്കളഞ്ഞ് വീണ്ടും നമ്മൾ അതിലൊന്ന് തൊടുവാണെങ്കിൽ പിന്നെ കയ്യിൽ പൊടി ഒട്ടാൻ പാടില്ല. അതാണ് ഏകദേശം ഒരു പരുവം. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്, ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ. ഇനിയും കുഴച്ച പൊടീനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട്, ചെറിയ പൂരിയാണെങ്കിൽ കാണാനും കഴിക്കാനും കുറച്ച് രസമുണ്ടാവും. പൊടിയിട്ട് ഒന്ന് പരത്തിയെടുത്ത് പിന്നെ കുറച്ച് ഭംഗിക്ക് വേണമെങ്കിൽ ഒരിത്തിരി നല്ല റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റ്. അതിന് പ്രത്യേകിച്ച് കട്ടറൊന്നും വേണമെന്നില്ല. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു കത്തി വെച്ച് പയ്യെ ഒന്ന് അടിയിൽ നിന്ന് തട്ടിക്കൊടുത്ത് അതങ്ങ് പോന്നോളും. എന്നിട്ടാണ് ഈ ഉണ്ടാക്കിയെടുത്ത ഐറ്റത്തിൻ്റെ നല്ല തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തീ ഒന്ന് പയ്യെ കുറച്ചിടാം, ഒരു മീഡിയത്തിൻ്റെ ഹൈയുടെ ഇടയ്ക്കായിട്ട്. അപ്പോഴേക്കും അതിങ്ങനെ നന്നായിട്ട് പൊന്തി വരും. ഒന്ന് പയ്യെ ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ സൈഡൊന്ന് മാറ്റിയിട്ട് അങ്ങേ സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണമെന്നില്ല, എണ്ണ നല്ല തിളച്ച ഓൾറെഡി ഇരിക്കുന്നത് പെട്ടെന്ന് ബ്രൗൺ ആയി വരും. ഈ സാധനം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ചെറിയൊരു മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ആവറേജ് സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേവിക്കാൻ വെച്ച് കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടുപ്പിച്ചാൽ മതി. അത്യാവശ്യം നല്ല വേവിൽ വരും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുറച്ച് വെളുത്തുള്ളി എല്ലാം നല്ല ഗുരുഗുരാന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി ഇങ്ങനെ ഒരുപാട് വലിയ കടിക്കാനായിട്ട് കിടക്കുമ്പോൾ അത്ര അങ്ങ് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് എത്ര മാക്സിമം ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. പിന്നെ എന്തായാലും നമ്മളിത് വാട്ടിയെടുക്കാനുള്ള സാധനമാണ്. എന്നാൽ പോലും ഒരുപാട് വലുതായാലും നമ്മൾ അത്ര അങ്ങ് ഒരുപാട് വേവിച്ച് ഉടയ്ക്കുന്നില്ല സാധനം. വെളുത്തുള്ളി അങ്ങ് ഇഞ്ചിയാണെങ്കിലും ഒന്ന് പയ്യൊന്ന് വാടി, സവാളയും വാടി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം ഇടുക. അപ്പോൾ അതുകൊണ്ട് എത്ര ചെറുതായിട്ടായിരിക്കുന്നു അത്ര നല്ലതായിരിക്കും. കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കടുകും പിന്നെ ഒരു കുറച്ച് ജീരകം. ഞാൻ ഇവിടെ എടുത്ത ജീരകം എന്ന് പറയുന്നത് നല്ല ജീരകമാണ്, പെരുംജീരകമല്ല. നല്ല ജീരകം എന്ന് പറയുന്നത് മറ്റേ ചെറിയ ജീരകം, ആ ജീരകമാണ് ഞാൻ എടുത്തേക്കുന്നത്, പെരുംജീരകമല്ല. വളരെ കുറച്ചൊരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് പരിപ്പും ഒരു ചെറിയൊരു ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ ക്രഞ്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പയ്യെ വാട്ടിയെടുക്കുക. ഒരുപാട് വേവിച്ച് ഉടച്ച് വാട്ടിയൊന്നും വേണ്ട, പയ്യെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ ഇതിനകത്തേക്ക് ഉടനെ തന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് പയ്യെ ഒരിഞ്ഞ് വരും. അതിനകത്തേക്ക് സവാള ഇടാം. സവാള ഇട്ട് ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് കൂടെ ഇടാം കേട്ടോ, നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല. ക്യാരറ്റും തക്കാളിയും ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട്, ഞാൻ ക്യാരറ്റ് കുറച്ച് നല്ല തിന്നായിട്ട് അരിഞ്ഞ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേവാനുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് അതൊന്ന് പയ്യെ വാടി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് സവാള വാടിക്കിട്ടും കൂടുതലും. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ശരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നില്ല, ആകെ ഇടുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 പച്ചമുളകോ അല്ലെങ്കിൽ റെഡ് ചില്ലിയോ ഇടാം. ഞാൻ എരിവ് ഇല്ലാണ്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത്, കാരണം കൊച്ചും കൂടി കഴിക്കുന്ന കാരണം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ പൊട്ടറ്റോ ശരിയായി വന്നിട്ടുണ്ടാകും. പൊട്ടറ്റോനെ ഒന്ന് ഉടച്ചിട്ട്, എൻ്റെ കയ്യിൽ ഉടയ്ക്കുന്ന സാധനമൊന്നുമില്ല, ഞാൻ വെറുതെ ഫോർക്ക് വെച്ചായിട്ട് ഉടച്ചത്. ഇനി ഇതിനകത്ത് തന്നെ വെച്ച് ഉടയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് ഉടച്ചില്ലെങ്കിലും നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങിനെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം
ഉടച്ചാലും മതി. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഉടച്ചിട്ട് നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാകും. ഇളക്കുമ്പോൾ ഒരുപാട് പിന്നെ അതിനകത്ത് ഇട്ട് കുത്തി കുത്തി ഉടയ്ക്കേണ്ടി വരും. അതിനും പകരം ഞാൻ അതിനകത്ത് ഉടച്ചിട്ട് മിക്സ് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്നത് വേറെ ഒന്നിനല്ല, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് സെയിമായിട്ട് സ്പ്രെഡായിട്ട് ഒന്ന് ഇളകി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എല്ലാ ഫ്ലേവറും ഒരുപോലെ എല്ലായിടത്തും കിട്ടും. ഇനി ഇത് ഇളക്കി കഴിഞ്ഞ് ഒന്ന് ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം, ആ വെള്ളം ഇപ്പോൾ എത്ര, ഞാൻ ഏകദേശം ഒരു 1/2 കപ്പാണ് ഒഴിച്ചേക്കുന്നത്. പക്ഷെ അത് ക്വാണ്ടിറ്റി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തതെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു ആവറേജ് സൈസ് ഉരുളക്കിഴങ്ങെന്ന് പറയാം. അത് അപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം കഷ്ടിച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു ഇച്ചിരി കൊറിയാണ്ടറിൻ്റെ ഫ്രഷ് ലീവ്സ് അതിനകത്ത് പൊക്കത്തേക്ക് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. മസാലയും പൂരിയും സാധനം ഒന്ന് കഴിച്ച് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറും സംഭവം എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട് മസാലപ്പൂരി നാട്ടിൽ, പക്ഷേ ഇവിടെ കഴിച്ചിട്ടില്ല. പക്ഷെ സ്വന്തമായിട്ടുണ്ടാക്കി അത് കഴിച്ചത് ആസ്വദിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ട്. എന്തായാലും നല്ലതായിരുന്നു എന്ന് കെട്ടിയവനും പറഞ്ഞു. അപ്പോൾ എന്തായാലും സാധനം നല്ലതായിരുന്നു. താങ്ക് യു.